എല്ലാവർക്കും നമസ്കാരം. ഈ മകീര നക്ഷത്രക്കാരുടെ പ്രായത്തെ ആസ്പദമാക്കിയുള്ള ഒരു സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇതിപ്പോൾ ഈ സീരീസിൽ നമ്മൾ എടുക്കുന്ന 5-ാമത്തെ നക്ഷത്രമാണ് ഈ മകീര നക്ഷത്രം. സാധാരണ നമ്മൾ പറയാറുള്ള നക്ഷത്രഫലങ്ങളെ അപേക്ഷിച്ച് ഈ നക്ഷത്രഫലങ്ങൾക്കുള്ള ആ ഒരു പ്രത്യേകത എന്തെന്നാൽ, ഈ വ്യക്തിയുടെ പ്രസൻറ്റ് ഏജ് അനുസരിച്ച്, അതായത് ഇപ്പോൾ തത്സമയത്തുള്ള നിങ്ങളുടെ വയസ്സനുസരിച്ച് ജനനം മുതൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ ഏതവസ്ഥകളിലാണ് നിങ്ങളിപ്പോൾ എന്ന് നോക്കിയിട്ട് ആ സമയത്ത് അല്ലെങ്കിൽ ആ സമയം മുതലുള്ള തൽസ്ഥിതി നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇനി ഞങ്ങളെ സംബന്ധിച്ച് ഏകദേശം 80 വർഷത്തിലധികമായി ഈ ജ്യോതിഷശാസ്ത്രത്തെയും അതിൻ്റെ ആ സൂക്ഷ്മ പ്രവചനങ്ങളെയും കൈകാര്യം ചെയ്തു പോരുന്നവരാണ് ഞങ്ങളുടെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള രീതി എന്തെന്നാൽ, ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ ഈ ജ്യോതിഷശാസ്ത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾക്കനുസരിച്ച് ഈ ജ്യോതിഷ ഫലപ്രവചനങ്ങളിലും അതിൻ്റേതായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അതെന്തുകൊണ്ടെന്നാൽ, ഈ ജ്യോതിഷശാസ്ത്രം അതിൻ്റെ ആ ഒരു സൂക്ഷ്മ രൂപത്തിൽ നിങ്ങളോട് നേരിട്ട് പറഞ്ഞാൽ അത് നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതാണ് അതിൻ്റെ കാരണം. ഇന്നിവിടെ നമ്മൾ ലൈഫ് ടൈം ജാതക വിശകലനത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന നക്ഷത്രം മകീരിയൻ നക്ഷത്രമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ നക്ഷത്രത്തെക്കുറിച്ച് വലിച്ചു വാരി പറയുന്നില്ല. പകരം നിങ്ങളുടെ ലൈഫിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന നിർണായകമായിട്ടുള്ള ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നാണ് വ്യക്തമായി പറയുന്നത്. അതുപ്രകാരം നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണോ അത് മുതൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായി ഇവിടെ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ മക്കളുടെ പ്രായം വെച്ചുകൊണ്ടും നിങ്ങൾക്ക് ഈ ഫലപ്രവചനങ്ങൾ തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. ഇതിനുവേണ്ടി ഇപ്പോൾ നിങ്ങളിവിടെ ഈ കാണുന്ന ടേബിളിൽ നിന്നും നിങ്ങൾക്ക് ഫലം അറിയേണ്ട വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വയസ്സോ ഏതാണോ അത് നിങ്ങൾ ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഫലപ്രവചനങ്ങൾ പറഞ്ഞു വരുമ്പോൾ ആ ഭാഗം എത്തുമ്പോൾ നിങ്ങൾക്കത് ക്ലിയറായിട്ട് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഞാനിവിടെ പറയുന്നത് ആയുഷ്കാല ഫലമായതുകൊണ്ട് തന്നെ ഓരോ നക്ഷത്രത്തിൻ്റെയും ആദ്യ അവസാനം വരെയുള്ള ഫലങ്ങൾ എനിക്ക് പറയാതെ പറ്റില്ല. കാരണം പല വയസ്സിലുള്ള ആളുകൾ ഇത് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഞാൻ പറയുന്നത് കൃത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 100% ഉറപ്പിക്കാം, വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവചിക്കാൻ പോകുന്ന ആ ജ്യോതിഷ ഫല പ്രവചനങ്ങളും കൃത്യമായിരിക്കും. പറയാൻ കാരണം, നിങ്ങളുടെ പാസ്റ്റ് എനിക്ക് കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറും എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കും. ഇനി നമുക്ക് മകീര നക്ഷത്രക്കാരുടെ ആയുഷ്കാല ഫലപ്രവചനങ്ങളിലേക്ക് കടന്നു ചെല്ലാം. തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ നക്ഷത്രത്തിന് മാത്രമായിട്ടുള്ള ചില പ്രത്യേകതകൾ ഒന്നിവിടെ സൂചിപ്പിക്കാം. ഇത് സർവശക്തനായ ഈശ്വരൻ 27 നക്ഷത്രങ്ങളിൽ ഓരോ നക്ഷത്രങ്ങൾക്കും കൊടുക്കുന്നത് പോലെ നിങ്ങൾക്കും അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ആ ചില പ്രത്യേകതകളാണ്. അപ്പോൾ 27 നക്ഷത്രങ്ങളിൽ വെച്ച് 5-ാമത്തെ നക്ഷത്രമാണ് നിങ്ങളുടെ മകീര നക്ഷത്രം. പോരാട്ട വീര്യത്തിൻ്റെയും ഊർജത്തിൻ്റെയും പ്രതീകമായ ചൊവ്വ ഭരിക്കുന്ന അല്ലെങ്കിൽ ചൊവ്വ നക്ഷത്രനാഥനായിട്ടുള്ള ഒരു സവിശേഷ നക്ഷത്രമാണ് ഈ പറഞ്ഞ മകീര നക്ഷത്രം. മാത്രവുമല്ല, പുരാണങ്ങളനുസരിച്ച് ചന്ദ്രഭഗവാനാണ് ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ. ജ്യോതിഷത്തിൽ ഇതിനെ മൃഗശീർഷം എന്ന് പറയാറുണ്ട്. അതായത് മാനിൻ്റെ തലയാണ് ഇതിൻ്റെ ആ ഒരു അടയാളം. ഒരു മാൻപേട എപ്പോഴും പുതിയ പുൽമേടുകൾ തേടി സഞ്ചരിക്കുന്നത് പോലെ ജീവിതത്തിൽ എപ്പോഴും പുതിയ അറിവുകളും പുതിയ മാറ്റങ്ങളും ആഗ്രഹിക്കുന്നവരും കഠിനമായി അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്താനുള്ള ആ ഒരു പ്രത്യേക കഴിവ് ഇത് പ്രകൃതിദത്തമായി തന്നെ ഉള്ളവരുമാണ് നിങ്ങൾ ഈ മകീര നക്ഷത്രക്കാർ. ഈ നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി, അതായത് 1ഉം 2ഉം പാദങ്ങൾ ഇടവക്കൂറിലും 2ാം പകുതി, അതായത് 3ഉം 4ഉം പാദങ്ങൾ മിഥുനക്കൂറിലുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ശുക്രൻ്റെയും ബുധൻ്റെയും ചൊവ്വയുടെയും ഗുണങ്ങൾ ഒരുപോലെ മാറി മറിഞ്ഞ് പ്രകടമാകുന്ന അതീവ ബുദ്ധിശക്തിയും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന തൻ്റെ ഇടവും ഉള്ള ആ ഒരു അത്ഭുത നക്ഷത്രക്കാരാണ് ഈ മകീര നക്ഷത്രക്കാർ. ഇത് നമുക്ക് നിസ്സംശയം ഇവിടെ പറയാൻ സാധിക്കും. മാത്രവുമല്ല, സൗമ്യമായി സംസാരിക്കുമെങ്കിലും ആർക്കും പെട്ടെന്ന് കീഴടങ്ങാത്തവർ, സൗഹൃദങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നവർ, എന്നാൽ തങ്ങളെ വഞ്ചിച്ചവരോട് ഒരിക്കലും ക്ഷമിക്കാത്ത കടുംപിടുത്തക്കാർ, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ മകീര നക്ഷത്രക്കാരെ തീർച്ചയായും വിശേഷിപ്പിക്കാം. സ്വന്തം അധ്വാനം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും ഒന്നുമില്ലായ്മയിൽ നിന്നും വലിയ ഉയരങ്ങൾ കീഴടക്കാൻ ശേഷിയുള്ളവരാണ് ഈ മകീര നക്ഷത്രക്കാർ.
ഈ പറഞ്ഞതെല്ലാം നിങ്ങളിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് മകീര നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഓരോ പ്രായത്തിലുമുള്ള മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രകടമാകുന്നതെന്ന് ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മകീര നക്ഷത്രക്കാരുടെ ബാല്യകാലത്തിലേക്ക്, അതായത് 0 മുതൽ 5, 10, 15 വയസ്സ് വരെയുള്ള ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ചൊവ്വയുടെ മഹാദശയിലാണ് മകീര നക്ഷത്രക്കാരുടെ ജനനം. അതുകൊണ്ട് തന്നെ ഇവരുടെ കുട്ടിക്കാലം അതീവ ചടുലത നിറഞ്ഞതായിരിക്കും. ഒരു വശത്ത് മാതാപിതാക്കളുടെ കടുത്ത സ്നേഹം ഉണ്ടാകുമെങ്കിലും ഒരിടത്ത് അടങ്ങിയിരിക്കാത്ത പ്രകൃതം കാരണം കുട്ടിക്കാലത്ത് ഇവർക്ക് വീഴ്ചകൾ കൊണ്ടുള്ള പരിക്കുകൾ, പ്രത്യേകിച്ച് കൈകാലുകളിലോ ശരീരത്തിലോ ചെറിയ ചെറിയ മുറിവുകളോ ചതവുകളോ ഇവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല ഉഷ്ണസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഈ പ്രായത്തിൽ മകീര നക്ഷത്രക്കാർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് വന്നാൽ ചെറുപ്പത്തിലെ തന്നെ ഒട്ടും ഭയമില്ലായ്മയും വാക്ചാതുര്യവും കാണിക്കുന്നവരായിരിക്കും നിങ്ങൾ മകീര നക്ഷത്രക്കാർ. ഈ ചോദ്യങ്ങൾ ചോദിച്ച് മുതിർന്നവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ആ ഒരു സ്വഭാവ പ്രത്യേകതയും നിങ്ങൾക്കുണ്ട്. പഠനകാര്യങ്ങളിൽ ഇവർ അതീവ മിടുക്കന്മാരായിരിക്കും. കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാനുള്ള ആ ഒരു പ്രത്യേക കഴിവും ഇവർക്കുണ്ട്. എങ്കിലും മനസ്സിൽ എപ്പോഴും എന്തൊക്കെയോ ചിന്തകളോടും കൗതുകങ്ങളോടും കൂടിയായിരിക്കും നിങ്ങളുടെ ഈ 15 വയസ്സ് വരെയുള്ള കാലഘട്ടം നിങ്ങൾ പൂർത്തിയാക്കുന്നത്. ഇനി നമുക്ക് മകീര നക്ഷത്രക്കാരുടെ 15 വയസ്സ് മുതൽ, അതായത് കൗമാരപ്രായം മുതൽ 20, 25, 30 എന്നീ കാലഘട്ടത്തിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് സംഭവിക്കുക എന്ന് ഒന്ന് നോക്കാം. ഈ 15 വയസ്സിന് ശേഷം വരുന്ന രാഹുർദശ മകീര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ചിന്താക്കുഴപ്പങ്ങളും എന്നാൽ അപ്രതീക്ഷിതമായ കരിയർ മാറ്റങ്ങളും കൊണ്ടുവരുന്ന ആ ഒരു സമയമാണ്. പ്രത്യേകിച്ചും 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ജന്മനാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരികയോ അല്ലെങ്കിൽ വിദേശ പഠനത്തിന് അവസരം ലഭിക്കുകയോ ചെയ്യാം. എൻജിനീയറിങ്, റിസർച്ച്, IT, അക്കൗണ്ട്സ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് എന്നിവയൊക്കെ ഈ പ്രായത്തിലാണ് ഇവർ തിരഞ്ഞെടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. 22 വയസ്സിന് ശേഷം സ്വന്തം പ്രയത്നത്താൽ മാന്യമായ വരുമാനം കണ്ടെത്താൻ ഇവർക്ക് ഉറപ്പായിട്ടും സാധിക്കും. മകീര നക്ഷത്രക്കാർക്ക് ഈ പ്രായത്തിൽ സൗഹൃദങ്ങൾ വളരെ കൂടുതലായിരിക്കും. പ്രത്യേകിച്ചും പ്രണയബന്ധങ്ങൾ ഉണ്ടാവുകയും അത് വളരെ പെട്ടെന്ന് വിവാഹത്തിലേക്ക് മറ്റോ കടന്നു ചെല്ലാനും സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല ഈ സമയങ്ങളിൽ ഇവരുടെ പെട്ടെന്നുള്ള ദേഷ്യവും സംശയപ്രകൃതിയും ഇവരെ കൊണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിതരാക്കും. കാരണം അങ്ങനെയുള്ള മനോഭാവം കാരണം ഈ പറഞ്ഞ ബന്ധങ്ങളിൽ വലിയ തകർച്ചകളോ മാനസിക ബുദ്ധിമുട്ടുകളോ നേരിടേണ്ട ചില സാഹചര്യങ്ങളും ഉണ്ടായിത്തീർന്നേക്കാം. എന്നാൽ 26 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലയളവിലാണ് ഇവരുടെ ഔദ്യോഗിക ജീവിതത്തിന് ഒരു കൃത്യമായ അടിത്തറ ലഭിക്കുന്നത്. അതിനെ തുടർന്ന് 27 വയസ്സിന് ശേഷം ഇവരുടെ യഥാർത്ഥ വിവാഹപ്രായം തെളിഞ്ഞു വരും. കാരണം 27 വയസ്സിന് ശേഷമാണ് ഇവർക്ക് ജാതകപ്രകാരമുള്ള വിവാഹപ്രായം കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം, പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ജാതക പൊരുത്തം വളരെ കൃത്യമായി നോക്കേണ്ടത് ഇവരുടെ ദാമ്പത്യ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. ഈ ജാതക പൊരുത്തം എന്ന് പറയുമ്പോൾ 10ൽ 10 പൊരുത്തം കൃത്യമായി നോക്കേണ്ടതില്ല. നിങ്ങളുടെ മനപ്പൊരുത്തം കൃത്യമാണെന്നുള്ളത് നിങ്ങൾ ഉറപ്പിച്ചേ പറ്റൂ. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള നിങ്ങളുടെ സഞ്ചാരഗതി നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മധ്യവയസ്ക കാലഘട്ടമാണ് ഈ പറഞ്ഞ ആ ഒരു സമയം. അതായത് 30 വയസ്സിന് ശേഷം 35, 40, 45 എന്നീ വയസ്സുകളിലൂടെ സഞ്ചരിച്ച് നിങ്ങൾ 50 വയസ്സിൽ എത്തിച്ചേർന്ന നിങ്ങൾ മകീര നക്ഷത്രക്കാരുടെ ജീവിതം അത് എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് 30കളുടെ മധ്യത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 36 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിതത്തിൽ വലിയൊരു സാമ്പത്തിക ഭാഗ്യോദയം അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ്സിലാണെങ്കിൽ ചെറുകിട ബിസിനസ്സോ വൻകിട ബിസിനസ്സിലോ തീർച്ചയായിട്ടും വിചാരിക്കാത്ത രീതിയിലുള്ള വലിയൊരു പദവി അല്ലെങ്കിൽ ഉയർച്ച ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. സ്വന്തമായ ഒരു വീട് വയ്ക്കാനോ ഭൂമി വാങ്ങാനോ അല്ലെങ്കിൽ വിദേശത്ത് സ്ഥിരതാമസമാക്കാനുള്ള ഭാഗ്യം ഈ പ്രായത്തിൽ മകീര നക്ഷത്രക്കാർക്ക് ഉറപ്പായിട്ടും വന്നു ചേരും. എന്നാൽ 42 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ആ കാലഘട്ടത്തിൽ വരുന്ന ചില ഗ്രഹമാറ്റങ്ങൾ കാരണം ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് അനാവശ്യമായിട്ടുള്ള തടസ്സങ്ങളോ
അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ചെറിയ രീതിയിലുള്ള ചതികളൊക്കെ നേരിടേണ്ടി വരാം. ഈ സമയം നിങ്ങൾ മറ്റുള്ളവരുടെ തർക്കങ്ങളിലൊക്കെ ഇടപെട്ട് ഒരു കാര്യവുമില്ലാതെ ഈ മധ്യസ്ഥത വഹിക്കാൻ പോയാൽ സ്വന്തം പേര് ചീത്തയാകുമെന്ന് മാത്രമല്ല ആ ബാധ്യത കൂടി നിങ്ങൾ ഏറ്റെടുക്കേണ്ടിയും വരും. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ പങ്കാളിയുമായിട്ട് ചെറിയ രീതിയിലുള്ള ഈഗോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ സംസാരത്തിൽ വരുന്ന കടുപ്പം മൂലമുള്ള ഒരു ഭിന്നതകളോ ഈ സമയത്ത് വന്നു ചേരാം. എന്നാൽ 45 വയസ്സിന് ശേഷം നിങ്ങളുടെ കരിയറിലും സാമ്പത്തിക നിലയിലും മറ്റാരും വിചാരിക്കാത്ത രീതിയിലുള്ള വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം, അവരുടെ നേട്ടങ്ങൾ എന്നിവ കണ്ട് ഏറെ സന്തോഷം തരുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ പറഞ്ഞ 45 വയസ്സിന് ശേഷം 49 വയസ്സുകളുടെ ആ ഒരു അവസാന കാലഘട്ടത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവത്തിലേക്ക് വരുന്നത്. ഇനി അടുത്തത് പക്വതയുടെ കാലം, അതായത് 50 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ആ ഒരു ജീവിതം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ പ്രായം 55, 60, 65, 70 എന്നീ ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ മകീര നക്ഷത്രക്കാർക്കുള്ള വലിയൊരു അധികാരത്തിൻ്റെയും സമൂഹത്തിൽ വലിയൊരു ലീഡർഷിപ്പ് സ്ഥാനം അതൊക്കെ നേടിയെടുക്കുന്ന ആ ഒരു കാലഘട്ടമായിരിക്കും ഈ പറഞ്ഞ കാലഘട്ടം. പറയാൻ കാരണം 55 വയസ്സിന് ശേഷം വരുന്ന വ്യാഴദശയുടെയോ അല്ലെങ്കിൽ ശനിദശയുടെയോ അനുകൂല സമയങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സമൂഹത്തിലും കുടുംബത്തിലും വലിയൊരു ആദരവും അംഗീകാരവും ഉറപ്പായിട്ട് നിങ്ങളെ തേടിയെത്തും. ഒട്ടുമിക്ക മകീര നക്ഷത്രക്കാരും ഈ പ്രായത്തിൽ മക്കൾക്ക് വേണ്ടി കടമകളെല്ലാം ഭംഗിയായി നിറവേറ്റി സാമ്പത്തികമായി തികച്ചും സുരക്ഷിതമായ ഒരു നിലയിലായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഈ പ്രായത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലാണ്. 58 വയസ്സിന് ശേഷം വാതസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, സന്ധിവേദന, അസിഡിറ്റി അല്ലെങ്കിൽ രക്തസമ്മർദ്ദം പോലുള്ള ജീവിതശൈലീ രോഗങ്ങൾ നിങ്ങളെ അല്പം ബുദ്ധിമുട്ടിച്ചേക്കാം. അതുകൊണ്ട് ഭക്ഷണക്രമത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തിയേ മതിയാകൂ. മക്കളുടെ വിവാഹ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുകയും കുടുംബത്തിൽ ഐശ്വര്യം തിരികെ വരികയും ചെയ്യുന്ന ഒരു സുന്ദരമായ കാലഘട്ടമായിരിക്കും ഈ പറഞ്ഞ അവസ്ഥകൾ. ഇനി അടുത്തത് നിങ്ങളുടെ വാർദ്ധക്യവും ആത്മീയതയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 70 മുതൽ 90 വയസ്സും അതിനു മുകളിലും ഈ കണക്ക് വെച്ചുകൊണ്ട് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്, അതായത് 75, 80, 85, 90 വയസ്സുകളിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു സായന്തന കാലഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾ മകീര നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് മനസ്സ് പരിപൂർണമായി നിങ്ങളുടെ ഇഷ്ടദൈവത്തിലേക്ക്, അതായത് ഈശ്വര ചിന്തയിലേക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കുമൊക്കെ തിരിക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും ഈ ധർമ്മസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. മറ്റുള്ളവർക്ക് നല്ലൊരു വഴികാട്ടിയാകാനും ഈ പ്രായത്തിൽ നിങ്ങൾ മകീര നക്ഷത്രക്കാർ കൂടുതൽ താല്പര്യം കാണിക്കുന്നതായിരിക്കും. അതുമാത്രവുമല്ല, നിങ്ങൾ നേരിട്ട പ്രതിസന്ധികളെയും നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ നിങ്ങളുടെ ചെറുപ്പകാലം മുതൽ ഈ പറഞ്ഞ കാലഘട്ടം വരെ നിങ്ങൾ നേടിയ വിജയങ്ങളെയും കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് സ്വയം വലിയ അഭിമാനം തോന്നുന്ന ആ ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ പറഞ്ഞ കാലഘട്ടം. ഈ അവസ്ഥയിൽ നിങ്ങൾ മകീര നക്ഷത്രക്കാർ പൊതുവെ നോക്കുകയാണെങ്കിൽ ആരുടെയും മുൻപിൽ കൈനീട്ടാതെ സ്വന്തം തൻ്റെ ഇടത്തോടു കൂടിയും അന്തസ്സോടും കൂടിയും ഒരു വാർദ്ധക്യകാലം കഴിച്ചുകൂട്ടാൻ അല്ലെങ്കിൽ നയിക്കാൻ ഭാഗ്യമുള്ളവരായിത്തീരും. കുടുംബാംഗങ്ങളുടെയും മക്കളുടെയും കൃത്യമായിട്ടുള്ള ഒരു പരിചരണവും ബഹുമാനവും ഉറപ്പായിട്ടും നിങ്ങൾക്ക് കൂട്ടിനുണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 1 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾ മകീര നക്ഷത്രക്കാർ ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിൽ ഒരുപാട് അലച്ചിലുകളും കഷ്ടപ്പാടും ദുരിതങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമെങ്കിലും അത് പിന്നിട്ട് നിങ്ങൾ ഈ മധ്യവയസ്ക കാലഘട്ടത്തിലേക്കും വാർദ്ധക്യത്തിലേക്കും എത്തിച്ചേരുമ്പോൾ തീർച്ചയായും മറ്റുള്ളവർ ബഹുമാനിക്കുന്ന രീതിയിൽ സർവത്ര പ്രതാപത്തോടും കൂടി ജീവിക്കുന്നവരായിത്തീരും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുടെ വയസ്സുമായി ബന്ധപ്പെട്ട്, അതായത് പ്രായവുമായി ബന്ധപ്പെടുത്തി നമുക്കിവിടെ ജ്യോതിഷഫല പ്രവചനങ്ങളായിട്ട് പറയാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രതിവിധികളെക്കുറിച്ചൊന്ന് ക്രോഡീകരിച്ച് പറയാം. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഇതിൽ അല്പം ചില വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. എങ്കിൽ പോലും ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മകീര നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനും ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ദോഷങ്ങളായിട്ടുള്ള ചൊവ്വ ദോഷങ്ങളകന്ന് വലിയ ഐശ്വര്യം നിങ്ങളെ തേടി വരാനും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ
ദേവിക്ക് കുങ്കുമാർച്ചന ചെയ്യുന്നതും അതീവ ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ ധാര പോലുള്ള വഴിപാടുകൾ ചെയ്യുന്നതും അത്യുത്തമമായിരിക്കും. അതിന് ഇപ്പോൾ നിങ്ങൾക്ക് പ്രായം എത്രയാണ് എന്നുള്ളത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളും ആയിട്ട് കൂട്ടി ചേർത്ത് നോക്കുമ്പോൾ, അതായത് നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒത്തുപോകുന്നുണ്ട് എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് നിങ്ങൾക്ക് രേഖപ്പെടുത്താനായാൽ അത് വളരെ ഉത്തമമായിരിക്കും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് മകീരം നക്ഷത്രക്കാരുടെ ലൈഫ് ടൈം പ്രവചനങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.